സൂക്തിയോട് ടേഹുന്റെ അടുത്ത് ദേഷ്യപ്പെടുമ്പം നീ തെറ്റിദ്ധരിക്കണ്ട, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. അവൾക്കൊരു വലിയ സിംഗർ ആകണം എന്നാണ് ആഗ്രഹം. അതിന് ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യുന്നതേ ഉള്ളൂ എന്ന് ടേഹുൺ അവന്റെ അടുത്ത് പറയും. നീ എന്തിനാണ് മിയോങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് സൂക്തിയോട് ചോദിക്കുമ്പോൾ നിന്നെ കൊണ്ട് പറ്റാത്തത് കൊണ്ടെന്ന് അവൻ മറുപടി പറയും. ഇത് കേൾക്കുമ്പോഴത്തേക്കും സൂക്തിയോട് ദേഷ്യം വന്നിട്ട് അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും മിയോങ് പിടിച്ചു മാറ്റും. അയാൾ പറയുന്ന ഒന്നും ശ്രദ്ധിക്കാനായിട്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ടേഹുന്റെ അടുത്ത് ഇനി ഇയാൾ ഇവിടെ നിൽക്കണ്ട, ഇവിടുന്ന് പൊക്കോളാനായിട്ട് പറയും. അവിടെ വെച്ച് സംസാരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി എന്ന് മിയോങ്ങിന്റെ അടുത്ത് സൂക്തിയോട് പറയും. ദേഷ്യം വന്നാൽ ഞാൻ അങ്ങനെയാണെന്നപ്പോൾ മിയോങ്ങും പറയും. അവനാണെങ്കിൽ അവൻ വാങ്ങിച്ചുകൊണ്ട് വന്ന ഡ്രസ്സ് മിയോങ്ങിന് കൊടുക്കും. ആ ഡ്രസ്സ് കാണാനായിട്ട് അവളുടെ റൂമിൽ ഒരു പെയിന്റിംഗ് ഉണ്ടായിരുന്നു. ആ പെയിന്റിങ്ങിൽ പെൺകുട്ടി ഇട്ടേക്കുന്ന സെയിം ഡ്രസ്സാണ്. അത് ഓർത്തിട്ടാണ് അതുപോലത്തേത് കണ്ടപ്പോൾ സൂക്തിയോട് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. മിയോങ്ങിന് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്ക് എങ്ങോട്ടെങ്കിലും ദൂരെ എവിടേക്കെങ്കിലും പോയാലോ എന്ന് മിയോങ് അവൻ്റെ അടുത്ത് ചോദിക്കും. എവിടേക്കാണ് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ അല്ലാതെ വേറെ എവിടെയായാലും കുഴപ്പമില്ല എന്ന് പറയും. അവൻ അന്നേരം തന്നെ പോയിട്ട് എവിടേക്കോ ടിക്കറ്റ് എടുക്കും. ടിക്കറ്റ് ഒക്കെ എടുത്ത് തിരിച്ചു വന്ന് നോക്കുമ്പോൾ മിയോങ്ങിനെ അവിടെ ഒന്നും കാണാനില്ല. അവൻ അവിടെ എല്ലാം അവളുടെ പേര് വിളിച്ച് അന്വേഷിച്ച് നടക്കും. ലാസ്റ്റ് അവൻ നോക്കുമ്പോൾ അവൻ വാങ്ങിക്കൊടുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് മിയോങ് വരുന്നത്. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്റ്റ് റൂമിലേക്ക് പോയതായിരുന്നു അവള്. മിയോങ്ങിനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അവന് ആശ്വാസമാവും. അത്രയും നേരം കൊണ്ട് അവൻ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് ഒരു ബീച്ചിലേക്കാണ് സൂക്തിയോട് അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അവിടുന്ന് അവർ ഡേറ്റിന് പോകും. പിറ്റേ ദിവസം സോക്കിങ്ങിനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അമ്മ വരുമെന്ന് അമ്മ രണ്ടുപേർക്കും മെസ്സേജ് അയക്കും. വീട്ടിലേക്ക് പോകാൻ എനിക്ക് പേടിയുണ്ട്, അച്ഛനെ ഫേസ് ചെയ്യാനായിട്ട് പേടിയുണ്ട്, പക്ഷെ എന്ത് ചെയ്യാം, ഞാൻ എന്തായാലും ഫേസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു, ഞാൻ പോകാനായിട്ട് തീരുമാനിച്ചു എന്ന് സോക്കിയുടെ അടുത്ത് പറയും. അന്ന് സോക്കി ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങുമ്പോഴത്തേക്കിനും ഡോക്ടർ ജാങ് അവളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽപ്പുണ്ടാവും. അവളോട് സോറി ഒക്കെ പറയും. അവള് പറയുന്നത് എന്റെ ഡ്രീം എന്താണെന്ന് ഇപ്പോൾ എനിക്ക് യാതൊരു നിശ്ചയമില്ല. പണ്ടായിരുന്നെങ്കിലും നല്ലൊരു നേഴ്സ് ആവണം എന്നായിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്ക് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ അങ്ങനത്തെ സ്വപ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയും. കുറെ നാളായിട്ട് നിനക്കൊരു മടുപ്പ് തോന്നുന്നുണ്ടാവാം, ഞാൻ ഇനി കൂടുതൽ നിന്നെ ശ്രദ്ധിച്ചോളാം, നമുക്ക് ഇന്നൊരു ഡേറ്റിന് പോയാലോ എന്ന് ചോദിച്ചിട്ട് ഡോക്ടർ ജാങ് അവളെ വിളിച്ചുകൊണ്ട് പോകും. ടേഹൂൺ അവന്റെ സങ്കടങ്ങളൊക്കെ അനിയത്തിയെ വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ മാത്രമേ പറയാറുള്ളൂ. അനിയത്തിയുടെ റിമൈൻസ് ഒക്കെ സൂക്ഷിച്ചേക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഞാനും സൂക്ചൂളും തമ്മിലുള്ള റിലേഷൻ ഇപ്പോൾ അത്ര നല്ല രീതിക്കല്ല പോകുന്നത്, അവൻ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുകയാണ്, എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല എന്നൊക്കെ പറയാം. അനിയത്തിയുടെ ഫ്യൂണറലിന് വരുമ്പോൾ ചെയർമാൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് സാങ്യൂള് ടേഹൂണിനെ പിടിച്ചുകൊണ്ട് പോയി നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. അതറിഞ്ഞ് വന്നിട്ട് സൂക്ചൂള് അവനെ രക്ഷിക്കാനായിട്ട് നോക്കും. മതി, അവനെ ഇനി ഉപദ്രവിക്കരുത്, നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അത് എന്നോട് തീർത്തോളൂ എന്നൊക്കെ സാങ്യൂളിന്റെ അടുത്ത് പറയും. അങ്ങനെയാണ് അവൻ ടേഹൂണിനെ രക്ഷിക്കുന്നത്. ഞാനിപ്പോൾ നിന്റെ ഗ്യാങ്ങിലില്ല, അതുകൊണ്ട് തന്നെ നിനക്ക് ഇത് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല, എന്നിട്ടും നീ എനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയാം, അതിന് നിന്നോട് നന്ദിയുണ്ട്, ഇതൊന്നും ഞാൻ ഒരിക്കലും മറക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ടേഹൂൺ അന്ന് അവിടുന്ന് പോകുന്നത്. ആ ഓർമ്മകളൊക്കെ അവന്റെ മനസ്സിൽ കൂടി ഇങ്ങനെ പോകും. വിശ്വസിക്കാൻ കൊള്ളാവുന്ന കുറച്ച് ആളുകളെ കൂട്ടണം എന്ന് പറഞ്ഞനുസരിച്ച് അതെല്ലാം റെഡിയാക്കിയിട്ട് ചെൻഹു വന്ന് ടേഹൂണിന്റെ അടുത്ത് പറയും. അവിടെയുള്ള ആളുകളല്ല, വേറെ ആൾക്കാരാണ്. എങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്തോളാനായിട്ട് ടേഹൂൺ അവൻ്റെ അടുത്ത് പറയുമ്പോഴത്തേക്കിനും എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, സൂക്ചൂളിനെ അങ്ങ് തീർത്തേക്കട്ടെ എന്ന് ചെൻഹു ടേഹൂണിന്റെ അടുത്ത് ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ ടേഹൂൺ ദേഷ്യത്തിൽ അവൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ പറയുന്നത് മാത്രം നീ ചെയ്താൽ മതി, അതിനപ്പുറം ചോദിക്കാനോ ചെയ്യാനോ നിൽക്കരുതെന്നാണ്. കൊടുത്ത പൈസയും കൊണ്ട് ദൂഷിക്ക് മുങ്ങിയെന്ന് ചെയർമാൻ്റെ അടുത്ത് സാങ്യോള് പറയും. അത് കേൾക്കുമ്പോൾ ചെയർമാൻ ആകെ ദേഷ്യമാവും. ആ ദേഷ്യം തീർക്കുന്നത് സാങ്യോളിനെ ബാറ്റ് കൊണ്ട് അടിച്ചിട്ടാണ്. ഇതെല്ലാം പുറത്തു നിന്ന് ഗ്യാങ്ങിലുള്ള ബാക്കി എല്ലാവരും കേൾക്കുന്നുണ്ട്. അവർക്കറിയാം ചെയർമാൻ ദേഷ്യം തീർക്കുന്നത് ഇങ്ങനെയാണെന്ന്. ചെയർമാൻ പോയി കഴിയുമ്പോഴത്തേക്കിനും ഒരു ഗ്യാങ് മെമ്പറിന്റെ അടുത്ത് സാങ്യോള് വന്ന് ചോദിക്കും സൂക്ചൂൾ എവിടെയാണ്. സൂക്ചൂൾ ഇന്നത്തെ ദിവസം വരത്തില്ല, അവൻ ദൂരെ എവിടെയോ പോയേക്കുവാണ്, അവൻ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു എന്ന് ഇയാൾ പറയും. എന്നിട്ടും അയാൾ സൂക്ചൂളിനെ വിളിച്ചു നോക്കുന്നുണ്ട്, കിട്ടത്തില്ല. മിയാവുമായിട്ട് ഡേറ്റിലായിരുന്നത് കൊണ്ടാണ് കോള് വരുമ്പോൾ മനഃപൂർവ്വം സൂക്ചൂൾ അറ്റൻഡ് ചെയ്യാതിരുന്നത്. അവൻ മിയോങ്ങിന്റെ അടുത്ത് അവന്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോക്കിയെ പറ്റിയും സോക്കിങ്ങിനെ പറ്റിയും എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവർ സന്തോഷമായിട്ടാണ് ആ ദിവസം സ്പെൻഡ് ചെയ്യുന്നത്. ഒരു ജൂനിയറിന്റെ അടുത്ത് നിന്ന് പൈസ കടം വാങ്ങിക്കാനായിട്ട് പോവുകയാണെന്ന് അച്ഛൻ പറയുമ്പോൾ അമ്മയ്ക്ക് അതിനെപ്പറ്റി സംശയമുണ്ട്. കാരണം അയാൾ ഒരു ലോൺ ഷാർക്കാണ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്തിട്ടുള്ളതാണ്, ഒരു കാരണവശാലും എൻ്റെ അടുത്തുനിന്ന് അവൻ പലിശയൊന്നും വാങ്ങിക്കത്തില്ല എന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് അച്ഛൻ ഇവിടുന്ന് പോകുന്നത്. ഫ്രണ്ടിന്റെ കൂടെയാണ് അച്ഛൻ അയാളെ കാണാനായിട്ട് പോകുന്നത്. ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ കഷ്ടപ്പാടിലാണെന്നാണ് അയാൾ മറുപടി പറയുന്നത്. അപ്പോൾ ഫ്രണ്ട് ദേഷ്യപ്പെടും, ബോസ് നിന്നെ ഏത് അവസ്ഥയിലാണ് കാണാൻ വന്നതെന്ന് നിനക്ക് അറിയാലോ, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അച്ഛൻ നേരിട്ട് അയാളുടെ അടുത്ത് പറയും എനിക്ക് കുറച്ചധികം പൈസയുടെ ആവശ്യമുണ്ട്, നിന്റെ കയ്യിൽ ഉണ്ടാവുമോ എന്ന്. അപ്പോൾ എത്രയാണ് വേണ്ടതെന്ന് ചോദിക്കും. അച്ഛൻ 70 മില്യൺ എന്നാണ് പറയുന്നത്. വേണ്ടുന്ന ദിവസം തന്നെ ഞാനത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കാം, പകരമായിട്ട് ഞാനൊന്നും ഉറപ്പിന് വേണ്ടിയിട്ട് വാങ്ങിക്കുന്നില്ല, ഞാൻ പലിശ കുറച്ച് തരാം, 10% പലിശയെ വാങ്ങിക്കത്തുള്ളൂ എന്നും കൂടി ഇയാൾ പറയും. ഫ്രണ്ട് ഉടനെ അയാളുടെ അടുത്ത് ദേഷ്യപ്പെടും, ബോസിനോട് നിനക്ക് എങ്ങനെ പലിശ വാങ്ങിക്കാനായിട്ട് തോന്നി, പഴയ കാര്യങ്ങളൊന്നും മറക്കരുത്, വന്ന വഴി മറക്കരുത്, നിനക്ക് ഒന്നുമില്ലായിരുന്നു, താമസിക്കാൻ വീടില്ലായിരുന്നു, നീ തെരുവിൽ കിടന്നേനെ, നീ ഏത് അവസ്ഥയിലായിരുന്നു എന്ന് ഒന്ന് ഓർക്കണം, നീ ഇന്ന് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ബോസിന്റെ ഹെൽപ്പോടുകൂടി മാത്രമാണ്, ബോസില്ലായിരുന്നെങ്കിൽ നീ ഒന്നും ആകത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ദേഷ്യപ്പെടുന്നത്. പക്ഷെ അച്ഛനാണെങ്കിൽ അങ്ങനൊന്നും സംസാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നീ പേടിക്കണ്ട, നീ തരുന്ന പൈസ പലിശ സഹിതം ഞാൻ തിരിച്ചു തന്നിരിക്കും, അതോർത്ത് നീ പേടിക്കണ്ട എന്ന് അയാൾക്ക് ഉറപ്പ് കൊടുക്കും.
അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അവൻ ആ ചെയ്തതും പറഞ്ഞതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോന്നൊക്കെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്. അച്ഛൻ പക്ഷെ അതിന് മറുപടി ഒന്നും പറയത്തില്ല. അച്ഛൻ നല്ല വിഷമമായിട്ടുണ്ടെന്ന് ഫ്രണ്ടിന് മനസ്സിലാവും. സോക്കിങ്ങിനെ അന്വേഷിച്ച് ജംഗ്നും വീട്ടിൽ വരും. ഇവളുടെ ബോയ് ഫ്രണ്ട് ഇപ്പം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്തോ കാര്യത്തിന് ഇതുപോലെ ആളുകളെ പറ്റിച്ചിട്ട് ജയിലിൽ പോയതാണ്. അവനിപ്പോൾ മാറിയിട്ടുണ്ട്, അതെനിക്ക് അറിയാമെന്ന് പറയുമ്പോഴത്തേക്കും അവൻ നിന്നോട് എന്തൊക്കെയാണ് ചെയ്തതെന്ന് മറക്കരുതെന്ന് സോക്കിങ് ജംഗ്നിമിനെ ഓർമ്മപ്പെടുത്തും. അപ്പോൾ അതൊന്നും അല്ല, പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ആൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഗാംബ്ലിംഗ് സൈറ്റ്സ് ഒക്കെ നോക്കി കേന്ദ്രീകരിച്ച് ആളുകൾക്ക് കാർ വാടകയ്ക്ക് കൊടുക്കുകയാണ്. നല്ല ലാഭമുള്ള ബിസിനസ്സാണ്. അവിടെ സ്റ്റാഫിനെ വേണമെന്ന് പറഞ്ഞു. എനിക്ക് കുറ്റബോധമുണ്ട്, ഞാൻ കാരണമാണ് നീ ഇങ്ങനെ ആയിപ്പോയത്. നിന്നെ ഗാംബ്ലിംഗ് ചെയ്യാനൊക്കെ പഠിപ്പിച്ചത് ഞാനാണെന്നൊരു കുറ്റബോധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ അന്വേഷിച്ച് വന്നത്. അത് നല്ല ലാഭമുള്ള ബിസിനസ്സാണ്. നിനക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണ്ടേ? നിന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലല്ലോ. പൈസ ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് അങ്ങോട്ടേക്ക് തിരിച്ചു കയറി ചെല്ലുന്നത്? അതുകൊണ്ട് ഒരു വർഷം അവിടെ നിന്ന് കുറച്ച് പൈസയൊക്കെ സമ്പാദിച്ചതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് സോക്കിങ്ങിനെ സമ്മതിപ്പിക്കാനായിട്ട് ഇവിടെ നോക്കുന്നുണ്ട്. എന്നിട്ട് ആ സ്ഥലത്തെ അഡ്രസ്സും കൊടുത്തിട്ടാണ് ജഗ്നിം അവിടുന്ന് പോകുന്നത്. അമ്മ പകൽ കിടന്ന് ഉറങ്ങുകയാണ്. സോഫിയുടെ വീട്ടിലേക്ക് സോക്കിങ്ങിനെ അന്വേഷിച്ച് അമ്മ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേനും അവളുടെ സാധനങ്ങളൊന്നും ഇല്ല, അവൾ അവിടുന്ന് പോയിട്ടുണ്ടെന്നൊക്കെ സ്വപ്നം കാണും. അങ്ങനെ ഉറക്കത്തിൽ കിടന്നിട്ട് സോക്കിങ്ങിന്റെ പേര് വിളിച്ചിട്ട് ഇവർ കരയും. കുട്ടി അത് കണ്ടോണ്ടിരിക്കുകയാണ്. അവരെ ചെന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കും. എന്റെ അമ്മയെ സ്വപ്നം കണ്ടോ? അമ്മയുടെ പേര് വിളിച്ച് കരഞ്ഞാൽ എന്തിനാണ്? അമ്മയെ മിസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കുട്ടി ഇങ്ങനെ ചോദിക്കും. ജംഗ്നിം കൊടുത്ത കാർഡൊക്കെ സോക്കിങ് ചുരുട്ടിക്കൂട്ടി കളയും. പക്ഷെ കുറച്ച് കഴിയുന്നുണ്ട് അവൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കും. നിന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലല്ലോ, വീട്ടിലേക്ക് എങ്ങനെയാണ് തിരിച്ചു പോകുന്നത്? ഒരു വർഷം അവിടെ ജോലി ചെയ്ത് കുറച്ച് പൈസ സമ്പാദിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞത് അവൾക്ക് എന്തോ മറക്കാനായിട്ട് പറ്റുന്നില്ല. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് സോഹിയും ഡോക്ടറും കൂടി ഡേറ്റിന് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ദിവസം അവര് സന്തോഷത്തോടെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് അവൾക്ക് അമ്മയുടെ കോള് വരുന്നത്. എനിക്ക് എന്തോ ഒരു അണീസിനെസ് തോന്നുന്നുണ്ട്, അതുകൊണ്ട് നാളത്തേക്ക് മാറ്റി വെക്കുന്നില്ല, ഞാൻ ഇന്ന് തന്നെ നിന്റെ വീട്ടിലേക്ക് വന്നിട്ട് സോക്കിങ്ങിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് പോവുകയാണ്. നീ എവിടെയാണെന്ന് ചോദിക്കും. അപ്പം ഡോക്ടർ ജാങ്ങിന്റെ കൂടെ പുറത്താണെന്ന് പറയുമ്പോഴത്തേക്കും നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു വാ, നമുക്ക് എല്ലാവർക്കും കൂടി അവളെ കൊണ്ട് വീട്ടിലേക്ക് പോവാം എന്ന് പറയും. സൂക്ചൂളും ഇപ്പം മിയോങ്ങിന്റെ കൂടെയാണല്ലോ. സോഹി അന്നേരം തന്നെ അവനെ വിളിക്കും. ഞാനും പുറത്താണെന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് കാര്യം, നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണം എന്ന് പറയും. അവൻ കുറെ ദൂരെയാണ്, അവന് എത്താനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് അവൻ യങ്സുവിനെ വിളിച്ചിട്ട് കാര്യം പറയും. യങ്സു പോകുന്ന വഴി സോക്കിങ്ങിനെ വിളിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചല്ലേ, നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും. അപ്പം ഇന്നല്ല നാളെയാണ് പോകുന്നതെന്ന് പറയുന്നുണ്ടെ, അല്ല അമ്മ ഇന്ന് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സൂക്ചൂൾ എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ അവിടെ വേണം ഒരു ധൈര്യത്തിന്, അവന് വരാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. അതിന് ഇവളാകെ കോൺഫ്ലിക്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. ജംഗ്നിം പറഞ്ഞ കാര്യം മനസ്സിലുണ്ട്, തിരിച്ചു പോകണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കോള് വരുന്നത്. സോക്കിയും ഡോക്ടറും വന്ന് അമ്മയെ വിളിച്ചുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോകും. അച്ഛനില്ലേന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതാണ് നല്ലത്, അതാവുമ്പോൾ വീട്ടിൽ വന്ന് കയറുമ്പോൾ ബഹളമൊന്നും കാണത്തില്ലല്ലോ, അവളെ വിളിച്ച് കയറ്റി കഴിഞ്ഞാൽ പിന്നീട് ഇറക്കി വിടത്തില്ലല്ലോ എന്നാണ് അമ്മ പറയുന്നത്. എന്നിട്ട് ഡോക്ടർ ജാങ്ങിന്റെ അടുത്ത് ചോദിക്കും, എന്താ ഇപ്പൊ ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങാത്തത്, വല്ലപ്പോഴൊക്കെ വരണം എന്നൊക്കെ പറയും. അവരെത്തുന്നതിന് മുമ്പേ യങ്സ് അവിടെ എത്തിയിട്ടുണ്ട്. സോക്കിങ്ങിനെ വിളിക്കുന്നുണ്ട്, ഞാനൊന്ന് റെഡി ആയിട്ട് താഴേക്ക് വരാമെന്നാണ് പറയുന്നത്. ഇവന് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടും അവളെ താഴേക്ക് കാണത്തില്ല. സംശയം തോന്നിയിട്ട് അവിടെ ചെന്ന് ബെല്ലടിക്കും, ഫോൺ ചെയ്യും, ആരും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല, വാതിൽ തുറക്കുന്നില്ല. അങ്ങനെ നികുതണ്ണയാണ് എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. സോക്കിങ് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് യങ്സ് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും മെസ്സേജ്. വീട്ടിലേക്ക് തിരിച്ചു വരാൻ ഞാൻ മനസ്സുകൊണ്ട് റെഡി ആയിട്ടില്ല, ഞാൻ റെഡി ആയി കഴിയുമ്പോഴത്തേക്കിനും തിരിച്ചു വന്നോളാം, ഇപ്പം ഞാൻ പോവുകയാണ്, ഇപ്പം അങ്ങോട്ടേക്ക് വരാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവർക്കും അവൾ മെസ്സേജ് അയക്കുന്നത്. സൂക്ചൂളിന് മാത്രം മെസ്സേജ് അയക്കാതെ അവള് നേരിട്ട് വിളിക്കും. വന്ന കോള് സോക്കിങ്ങിന്റെ ആണെന്ന് കാണുമ്പോൾ തന്നെ അവൻ കോൾ അറ്റൻഡ് ചെയ്യും. എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ധൈര്യം ഇപ്പം ഇല്ല, കുറച്ച് നാളും കൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തായാലും വീട്ടിലേക്ക് തിരിച്ചു വരാമെന്നാണ് അവള് സൂക്ചൂളിന്റെ അടുത്ത് പറയുന്നത്. സൂക്ചൂളിന് അവളെ മനസ്സിലാവും. കുഴപ്പമില്ല, പക്ഷെ എവിടെ പോയാലും ഒരു കാര്യം എനിക്ക് പ്രോമിസ് തരണം, എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് എവിടെയാണെന്ന് അറിയിക്കണം, സുഖമായിട്ട് ഇരിക്കുകയാണോ എന്ന് അറിയിക്കണം, എപ്പോഴെങ്കിലും ഇടയ്ക്ക് വെച്ചിട്ട് തിരിച്ചു വരണം എന്ന് തോന്നിയാൽ ആ നിമിഷം തിരിച്ചു വരണം, കാരണം അതിന്റെ അർത്ഥം ഞങ്ങളിൽ ആർക്കെങ്കിലും നിന്നെ മിസ് ചെയ്യുന്നു എന്നാണ്. നിനക്കിപ്പോൾ എന്താണ് ശരിയെന്ന് തോന്നുന്നത് അത് നീ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടാണ് ആശ്വസിപ്പിച്ചിട്ടാണ് സൂക്ചൂള് കോള് കട്ട് ചെയ്യുന്നത്. അവസാനത്തെ ശ്രമം എന്നുള്ള രീതിയിൽ നീ എന്നാലും ഈ കുട്ടിയുടെ അടുത്ത് ഇത് ചെയ്യേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മ അവളുടെ കുട്ടിയുടെ ഫോട്ടോ അയച്ചു കൊടുക്കും. ഇത് കാണുമ്പോഴത്തേക്കും ഇവള് സങ്കടം കൊണ്ട് അവിടെ നിന്ന് കരയുന്നുണ്ട്. പക്ഷെ അന്നേരത്തേക്ക് പോകാനുള്ള ബസ് വരും. അമ്മയാകെ തകർന്നിരിക്കുകയാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ സോഫി അമ്മയുടെ കൂടെ വീട്ടിലേക്ക് തിരിച്ചു വരും. അപ്പൊ അച്ഛൻ അവളെ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ നോക്കുന്നുണ്ട്, ഒത്തിരി നാളായി അവള് വീട്ടിലേക്ക് വന്നിട്ട്, ഞാൻ അച്ഛനെ മിസ് ചെയ്തുകൊണ്ടാണ് വന്നതെന്നൊക്കെ സോഫി പറയും. പക്ഷെ വൈഫിന്റെ മുഖം വല്ലാതിരിക്കുന്നത് അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്നുമില്ല, ഞങ്ങൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോയതാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പക്ഷെ അകത്ത് പോയി ബാത്റൂമിൽ പോയി തന്നെ ഇരുന്ന് കരയും. അന്ന് അങ്ങനെ പിരിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരിക്കൽ കണ്ടുമുട്ടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, എപ്പോഴെങ്കിലും കാണാൻ പറ്റുമോ, കാണാൻ പറ്റണേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതെങ്ങനെയായിരിക്കും, എവിടെ വെച്ചായിരിക്കും എന്നൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം സങ്കല്പിച്ച് നോക്കിയിട്ടുണ്ടെന്നൊക്കെ മിയോങ് പറയും സൂക്ചൂളിന്റെ അടുത്ത്. അവസാനം പക്ഷെ നമ്മൾ കണ്ടുമുട്ടിയപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല സന്തോഷമായി, കാരണം ആ ഒരു നിമിഷം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പം
നീ മാത്രമല്ല ഞാനും അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു എന്ന് സൂക്ചുളു അവളുടെ അടുത്ത് പറയും. ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷമാണ് അവർ രണ്ടുപേരും വീണ്ടും കണ്ടുമുട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും പിരിയത്തില്ല എന്ന് രണ്ടുപേരും പരസ്പരം വാക്കുകൊടുക്കും. ഒരുപാട് ദൂരമുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ പകുതി വഴി ചെല്ലുന്നുണ്ട് എല്ലാവർക്കും റെസ്റ്റ് റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് അവിടെ നിർത്തും. എല്ലാവരും ഇറങ്ങും. അതിന്റെ കൂട്ടത്തില് സോക്കിങ്ങും ഇറങ്ങും. എന്നിട്ട് തിരിച്ച് ബസ്സിലേക്ക് കയറാൻ നേരത്ത് അവിടെ ഒരു ലൈലാക് ട്രീ ബ്ലൂം ചെയ്തിട്ട് അതിൽ നിന്ന് ഇങ്ങനെ പൂക്കൾ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് സോക്കിങ് ശ്രദ്ധിക്കും. അന്നേരമാണ് സോക്കി പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നത്. അവരുടെ വീട്ടിലും ഇതുപോലെ ഒരു മരമുണ്ട്. ആ മരം ബ്ലൂം ചെയ്യുന്ന ദിവസം ബ്ലൂം ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ അമ്മ തിരിച്ചു വരും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ബ്ലൂം ചെയ്യണമെന്നൊക്കെ ആ കുട്ടി എല്ലാ ദിവസവും മരത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ചെറുതായിരുന്നപ്പോഴും അവന് അതിലെ പൂക്കൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിൽ നിന്ന് പൂക്കൾ പൊഴിഞ്ഞു വീഴുമ്പോൾ സ്നോ വീഴുന്നതാണെന്നൊക്കെ ആ കുട്ടി ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. അതെല്ലാം ഓർത്തോണ്ട് സോക്കി ഇങ്ങനെ ആ മരം തന്നെ നോക്കി ഇങ്ങനെ നിൽക്കും. അവസാനം തീരുമാനം മാറ്റി ധൈര്യം സംഭരിച്ച് സോക്കിങ് വീട്ടിലേക്ക് തിരിച്ചു വരും. എന്നിട്ട് എല്ലാരും പേരെടുത്ത് വിളിച്ച് ഞാൻ തിരിച്ചു വന്നു എന്ന് പറയും. ഇവളുടെ സൗണ്ട് കേട്ടോണ്ട് ഉറങ്ങി കിടന്ന കുട്ടി ഉൾപ്പെടെ എല്ലാരും ഉണരും. എല്ലാരും പുറത്തേക്ക് ചെല്ലും. പക്ഷെ അച്ഛൻ മാത്രം പുറത്തേക്ക് വരത്തില്ല.